ഹായ് ഹലോ നമുക്കൊരു പോർക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയാലോ. അതിലേക്ക് ഗരം മസാല എല്ലാം എടുത്ത് വെക്കുക. നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളായിട്ട് മസാലയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ വെജിറ്റബിൾസിൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വേണം. നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഗരം മസാല നന്നായിട്ട് പൊടിച്ച് വെക്കുക. അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ പൊടികളായിട്ട് മസാലയിട്ട് വിനാഗിരി ഇട്ട് വെള്ളം തൊടാതെ വിനാഗിരി ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി വെക്കുക. പിന്നെ കുക്ക് ചെയ്യേണ്ട കുക്കറിനകത്തോട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഉപ്പിട്ട് സോട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പോർക്കൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഉപ്പും വിനാഗിരി ഇട്ട് തന്നെ വേണം നമുക്ക് പോർക്ക് കഴുകിയെടുക്കാനായിട്ട് വൃത്തിയാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ സോട്ടായി വന്നിട്ടുണ്ട്. അതൊക്കെ അരച്ച് വെച്ച മസാലയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പും വിനാഗിരി ഇടുക. കാരണം നമ്മുടെ വിന്താലുവിൽ അപ്പോൾ ഏത് വിന്താലുവായാലും പോർക്കായാലും ബീഫായാലും ഏത് വിന്താലുവായാലും ഉപ്പും പുളിയൊക്കെ മുന്നിട്ട് വേണം. അപ്പോൾ നന്നായിട്ട് സോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ, മുരിങ്ങയുടെ പട്ട. പക്ഷേ നമുക്ക് അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിട്ടിട്ടില്ല. അതും കൂടി ഇട്ട് മസാലയുടെ കൂടെ അരച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പോർക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 വിസിൽ വരെ, നമുക്ക് 3 വിസിൽ വേണ്ടി വരുന്ന പോർക്കിന് വേവ് അനുസരിച്ചിട്ടാണ്. 3 വിസിൽ വരെ നന്നായിട്ട് പോർക്ക് വേവിക്കുക. പോർക്ക് നന്നായിട്ട് വേവേണ്ട ഒരു വിഭവമാണ് അത്. 3 വിസിൽ കഴിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് മാറ്റി ഒന്നും കൂടെ നമ്മൾ വൃത്തിയായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണം വന്നിട്ടുണ്ട്. മമ്മി ടേസ്റ്റ് നോക്കാൻ വന്നു. ഓക്കെ, മമ്മിക്ക് ഇഷ്ടമായി. പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. മമ്മി ടേസ്റ്റ് ചെയ്യുന്നുണ്ടപ്പോഴാണ് തോന്നുന്നു. നോക്കടെ കുളിപ്പിക്കാൻ നിർത്തിയതാണേ. നോക്കുട്ടന് വന്നിട്ടുണ്ട്. എമ്മി പറഞ്ഞിട്ടുണ്ട്. അവൾക്കും ഇഷ്ടമായിട്ടുണ്ട്. വലത് കൈയും ഇടതും കൈയും ആയിട്ടൊക്കെ തോണ്ടി കഴിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതാ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പോക്ക് വിന്താലും ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കണ്ടോ, അതാണ് കപ്പ. നമ്മുടെ ഉണക്കക്കപ്പയുണ്ട്. ഉണക്കക്കപ്പ നമ്മൾ തിരകെ ചേകയൊക്കെ ഇട്ട് താളിച്ചെടുത്താണ്. സാധ്യ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുക പോക്ക് വിന്താലും ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.